ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സച്ചി രേവതിക്കായിട്ട് ആ ഹലുവ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ ഹലുവ കാണിച്ചിട്ട് ഇതെന്താണെന്ന് കാണിക്കുന്നതിന് മുമ്പ് ഇതെന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് അറിയില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയുടെ ഒരു പ്രഹസനം തന്നെയാണ് ഇത്. ശ്രുതിനെ ഒന്ന് കാണിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിനെ ഒന്ന് നാണം കെടുത്തണം, കുത്തി കുത്തി വേദനിപ്പിക്കണം എന്നൊക്കെയുണ്ട് സച്ചിയുടെ മനസ്സിൽ. അതുകൊണ്ടാണ് സച്ചി ആ ഒരു ഹൽവയുമായിട്ട് വന്നത്. അങ്ങനെ ഹൽവ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷമായി. രേവതിയോട് പറഞ്ഞു, ഇതാ എടുത്ത് കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട സച്ചേട്ടാ, നമുക്ക് റൂമിൽ പോയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നിന്ന് കഴിക്കാന്ന് പറഞ്ഞു. കാരണം ഇവരിവിടെ ഇരിക്കുകയാണല്ലോ, അപ്പൊ മോശമല്ലേ അങ്ങനെ അവരവിടെ ഇരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാതെ കഴിക്കുന്നത്. അവർക്ക് കൊടുക്കാനിട്ട് സച്ചി സമ്മതിക്കുന്നില്ല. സച്ചി പറഞ്ഞു, വേണ്ട, ഞാനിത് നിനക്ക് മേടിച്ചോണ്ട് വന്നതാണ്, ഇത് എന്റെ ഭാര്യയ്ക്ക് മേടിച്ചോണ്ട് വന്നാ അത് ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ട കാര്യമുണ്ടോ? പലർക്കും ഇതൊന്നും ഇവിടെ മേടിക്കാനുള്ള കഴിവില്ലല്ലോ. കയ്യിൽ ചിക്കിലിയില്ലല്ലോ. ഭാര്യയുടെ ഇഷ്ടങ്ങൾ നിറവേറ്റണമെങ്കിലേ കയ്യിൽ പൈസ വേണം. അതിന് ജോലിക്ക് പോകണം. എന്ത് ചെയ്യാനാ, ചിലവർക്ക് അത് വിധിച്ചിട്ടില്ല. ഭർത്താവ് കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കണമെങ്കിലേ ഒരു യോഗം വേണം, യോഗം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഭയങ്കര പ്രഹസനമാണ് കേട്ടോ. ഏതായാലും രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ നിർത്ത് സച്ചേട്ടാ, വേണ്ട സച്ചേട്ടാ, ഞാൻ റൂമിൽ പോയി കഴിച്ചോളാം. എവിടെ നിന്ന്? സച്ചി വല്ലതും സമ്മതിക്കുമോ? സച്ചി പറഞ്ഞ്, ഇവിടെ ഇരുന്ന് ഇപ്പം കഴിച്ചേ പറ്റൂ, ഏതായാലും നീ ഇതിപ്പം കഴിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു പീസൊക്കെ എടുത്ത് നമ്മുടെ രേവതിയുടെ വായ്ക്കകത്തേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് കാലിന്ന് പെരുത്ത് കയറിയില്ലേ. എന്തായി കാണിക്കുന്നതെന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞ് തിരിഞ്ഞങ്ങി നിന്നു കേട്ടോ. ഇങ്ങനെ ആക്കി. അപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ ഭയങ്കര വിഷമം. ശ്രുതിക്ക് ഇതിനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പൊ ശ്രുതിക്കാണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ശ്രുതിക്ക് ഇനിയിപ്പോൾ ഞാൻ കൊടുക്കാത്തത് കൊണ്ട് എന്തെങ്കിലും തോന്നുമോ എന്നൊക്കെയാണ് ശ്രുതിയുടെ മനസ്സിൽ കൂടെ ഓടുന്നത്. അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര, നിനക്കൊന്നും നാണമില്ലടാ, നിനക്ക് റൂമിനകത്ത് കൊണ്ടുപോയി കൊടുക്കത്തില്ല ഇവക്ക് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, റൂമിനകത്ത് കൊണ്ട് കൊടുക്കത്തില്ലെന്ന്, ഇതെന്താ, ഞാനേ ഹൽവിയ മേടിച്ചോണ്ട് കൊടുക്കണത്, അത് ഇവിടെ നിന്ന് കഴിച്ചെന്ന് ഓർത്തോണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? മനസ്സിലായി, അമ്മയ്ക്ക് കൊതി വരുന്നുണ്ടല്ലേ. രേവതി, അമ്മയ്ക്ക് വേണം ഇച്ചിരി കൊടുത്തോ, അമ്മയ്ക്ക് കൊതി വരുന്നുണ്ട്, ഇച്ചിരി കഴിച്ചോട്ടെ. നിന്റെ ഹൽവ കാണാതെ കിടക്കുന്ന പോലെ എനിക്ക് നിന്റെ ഹൽവ വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, കൊതി. പിന്നെ ഇച്ചിരി ഹൽവ കിട്ടാതെ ഞാൻ കിടക്കുമല്ലേ, അതെ, ആഹാരം കിട്ടാത്തവർക്കൊക്കെ കൊടുക്ക്, അവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, കണ്ടിട്ടില്ല, ഞാൻ കാണിച്ചു കൊടുത്തല്ലോ, മതി, എൻ്റെ ഭാര്യ കഴിക്കാത്തൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തോളാം. അതിനുള്ള കഴിവും പവറും കപ്പാസിറ്റി സച്ചിക്ക് ഉണ്ടെന്ന് നിങ്ങളങ്ങ് കരുത്. ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിലേ രേവതി പുണ്യം ചെയ്യണ്ടേ നീ? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ സച്ചേട്ടാ, സത്യമായിട്ട് ഒരുപാട് താങ്ക്സ് സച്ചേട്ടാ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് സച്ചേട്ടൻ എങ്ങനെ അറിയാം? കഴിഞ്ഞ ദിവസം നിന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും നിന്റെ അമ്മയല്ല പറഞ്ഞ് നിനക്ക് കോഴിക്കോടൻ ഹലുവ ഭയങ്കര ഇഷ്ടമാണെന്ന്, അതാ ഞാനിത് മേടിച്ചോണ്ട് പോകുന്നത്. ഇനി ഏതായാലും നാളെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ മേടിച്ചോണ്ട് വരാട്ടോ. ഇങ്ങനെ ഭർത്താവ് കൊണ്ടുവരുന്ന സ്പെഷ്യൽ കഴിക്കുമ്പോഴത്തേക്കും ഈ ഭാര്യമാർക്കൊക്കെ പ്രത്യേക ഒരു സന്തോഷമാണെന്ന് പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ടേ. പിന്നെ യോഗം വേണം, യോഗം, അതിനൊക്കെ യോഗം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ശ്രുതിയുടെ മുഖത്ത് നോക്കി വീണ്ടും കുത്തി കുത്തി സംസാരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ശ്രുതിയും ദേഷ്യം വന്നിട്ട് അങ്ങ് പോവുകയാണ്. ശ്രുതി പുറകെ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചിൻ രേവതി അങ്ങ് പോയി. ആ സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ വരുന്നത്. രവീന്ദ്രൻ വന്നിട്ട് എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാണ്, മനുഷ്യന് സമാധാനമില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇവിടെ നിന്ന് പറഞ്ഞയക്കാന്ന് നിങ്ങളെ, എന്നിട്ട് നിങ്ങൾ സമ്മതിച്ചോ? ഇല്ലല്ലോ, പറഞ്ഞയക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. മനുഷ്യന് നാണം കെടുത്താനായിട്ട് നാണവും ഇല്ല മാനവും ഇല്ലാത്ത വർഗങ്ങള്. നീ എന്തൊക്കെയാ ചന്ദ്ര ഈ പറയുന്നത്? സച്ചി രേവതി എന്ത് ചെയ്തെന്ന് നീ പറയുന്നത്? അവരെന്ത് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു തരണോ? അവരുണ്ടല്ലോ ചെയ്തത് വേറൊന്നുമല്ല, എല്ലാവരുടെയും മുമ്പിൽ നിന്ന് അവളെ അങ്ങോട്ട് ഊട്ടി അങ്ങോട്ട്, ഞാൻ പറയുന്നില്ല, ദേ എന്റെ പൊന്ന് ചന്ദ്രേ, അവനവന്റെ ഭാര്യനെ ഊട്ടുകയോ ഉറക്കുകയോ ചെയ്യുന്നതിന് നിനക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? എനിക്ക് പ്രശ്നമില്ല, റൂമിൽ പോയി ആയിക്കണം. ആഹാരം കഴിക്കുന്ന റൂമിൽ പോയി ആകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചന്ദ്ര ഇത്? അവന്റെ ഭാര്യയോട് അവന് സ്നേഹം ഉള്ളത് കൊണ്ട് അവക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നു.
അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ചന്ദ്രേ. അസൂയപ്പെടാൻ പറ്റിയ ചണക്കേ. പിന്നെ എനിക്ക് അങ്ങോട്ട് അസൂയ അങ്ങോട്ട് ഇരിക്കല്ലേ. ഇതെല്ലാം എന്റെ സുതിമോനെ വേദനിപ്പിക്കാൻ വേണ്ടിയാ. സുതിമോൻ ഇതെല്ലാം പറ്റുന്നില്ലല്ലോ. എങ്കിൽ പിന്നെ അങ്ങനെ ചിന്തിക്കണം. സുതിക്ക് ഇതൊന്നും പറ്റുന്നില്ല. അപ്പൊ സുതി എന്താ ചിന്തിക്കേണ്ടത്? എനിക്കതൊക്കെ പറ്റണം. അപ്പൊ സുതി എന്ത് ചെയ്യണം? ജോലി കണ്ടുപിടിച്ച് ജോലിക്ക് പോകണം. അതിനെന്റെ പൊന്നു മനുഷ്യ, എന്റെ മോൻ ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ നടക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, പാവം എന്റെ മോന് ജോലി കിട്ടണില്ല. അവന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പൊ അവൻ എവിടെ നിൽക്കേണ്ടതാ? നീ ഈ ക്വാളിഫിക്കേഷൻ കണക്കൊന്ന് നിർത്തി വെക്കുന്നുണ്ടോ? ക്വാളിഫിക്കേഷന് ഒരു ജോലി. ദേ എന്റെ പൊന്നു ചന്ദ്രൻ, നീ മിണ്ടാതെ എവിടെയെങ്കിലും പോയി കിടക്കാൻ നോക്ക്. അല്ലെങ്കിലേ നിനക്ക് അടുക്കള ജോലിയൊന്നുമില്ലേ, ചെയ്യാൻ നോക്ക്. അല്ലാതെ മക്കളുടെ കുറ്റം കണ്ടുപിടിച്ച് ഇങ്ങനെ നടക്കുന്നതേ ഒരു അമ്മായിയമ്മയ്ക്ക് ചേരുന്ന സ്വഭാവം അല്ലെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. ചെല്ല്, നീ നിന്റെ കാര്യങ്ങൾ നോക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു വിടാണ് കേട്ടോ. ആരെ? നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു മനസമാധാനവും ഇല്ല. ഇനി ഇപ്പൊ എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വർഷയ്ക്കൊരു ഫോൺ കോൾ വരുന്നത്. ആരാണ്? വർഷയുടെ അമ്മ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ വർഷയുടെ അമ്മ ഫോൺ വിളിച്ചു. എന്നിട്ട് മോളെ എന്തെടുക്ക, നീ എവിടെയാ? ഡബ്ബിംഗ് സ്റ്റുഡിയോയിലാണോ? അല്ലമ്മേ, ഞാൻ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലല്ല, ഞാനിപ്പോ വീട്ടിലുണ്ട്. ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് പോകാൻ തുടങ്ങാ. എങ്കിൽ പിന്നെ നിന്റെ അമ്മായിയമ്മ ഉണ്ടെങ്കിൽ നിന്റെ അമ്മായിയമ്മയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, ദേ അമ്മേ, ഇതേ എൻ്റെ അമ്മ വിളിക്കുന്നു, അമ്മയുടെ കയ്യിൽ ഫോൺ തരാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പം, ആ ദേ വർഷയുടെ അമ്മയോ, ഇങ്ങതാ എന്ന് പറഞ്ഞ ഏതാണ്ട് തിന്നാൻ കിട്ടിയ സാധനം പോലെ ഫോണ് പെട്ടെന്ന് മേടിച്ചിട്ട്, ആ വർഷയുടെ അമ്മേ, എന്തുണ്ട് വിശേഷം, സുഖമായിട്ട് ഇരിക്കുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറഞ്ഞു, അതെ പിന്നെ നാളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അശ്ശോ, അതെന്ത് വർത്താനോ വർഷയുടെ അമ്മ പറയുന്നത്, ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നോ? ഇനി എന്നും വന്ന് സ്വന്തം മകളെ കണ്ടാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. അല്ല, ഇവിടെ വന്ന് നിന്നാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. എങ്കിൽ പിന്നെ നാളെ രാവിലെ ഞാൻ അങ്ങോട്ടേക്ക് വരും. ആയിക്കോട്ടെ, ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പക്ഷേ നിന്റെ അമ്മ നാളെ വരുന്നുണ്ടെന്നാ പറഞ്ഞതാ. ആണോ? ഈ അമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെ വരുന്നേ? ശേ, എന്താ മോളെ ഇത്? നിന്റെ അമ്മ നിന്നെ കാണാൻ വേണ്ടി ഈ വീട്ടിലല്ലാതെ വേറെ ഏത് വീട്ടിലാ പോകേണ്ടത്? അപ്പൊ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നതെന്നൊക്കെ പറയാണ്. ഫോൺ വിളിച്ച സീൻ ഇന്നലെ കാണിച്ചോന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ട് ഞാൻ സ്റ്റക്ക് ചെയ്തിട്ടൊന്ന് നോക്കാൻ പോയതാണ് കേട്ടോ. ഫോൺ വിളിച്ച സീൻ ഇന്നലെ കാണിച്ചെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഏതായാലും നമ്മുടെ വർഷയുടെ അമ്മ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഏതായാലും വർഷയുടെ അമ്മ വരുന്ന സീനാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ വർഷയുടെ അമ്മ കുറേ പേരെയൊക്കെ വെച്ചോണ്ടാട്ടോ വരുന്നത്. അതായത് താലപ്പൊലിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സുകളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് വരികയാണ്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വലിയ അതിശയം തോന്നുക. കാരണം ഇങ്ങനെ ആരും ഇതുവരെ വന്നിട്ടില്ലല്ലോ ഈ വീട്ടിലേക്ക്. എന്താ പറയാ, കൊട്ടും ആഘോഷവും മേളവും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതും വെറും പ്രഹസനം തന്നെയാണ്. നമ്മുടെ സച്ചി അവിടെ ഒരു പ്രഹസനം കാണിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഹസനം കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അമ്മയാണ് കേട്ടോ. അങ്ങനെ വർഷയുടെ അമ്മേനെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. ഏതായാലും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ശ്രീകാന്തേ, വർഷ ഇത് ആരാ വന്നതെന്ന് നോക്കിയേ എന്ന് പറഞ്ഞു. എന്നിട്ട് ബാ കേറി ബാ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ കുറെ താലപ്പൊലിയൊക്കെ പിടിച്ച പെണ്ണുങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കേറി വരുന്നു. നമ്മുടെ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം. ചന്ദ്ര ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ബാ മഹിമേ, കേറി ബാ മഹിമേ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ച് സ്വീകരിക്കുന്നു. മഹിമയ്ക്കാണെങ്കിലോ ഭയങ്കര ചിരിയും മുഖത്ത് നല്ല പ്രസാദമൊക്കെയാണ് കേട്ടോ ഈ പ്രാവശ്യം വന്നപ്പോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തും ശ്രുതി ഇത് കാണുന്നു. സച്ചി രവതി നേരത്തെ വന്നായിരുന്നു കേട്ടോ. ശ്രീകാന്തും ശ്രുതി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, ശ്രുതിയും ശ്രുതി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. കാരണം ശ്രുതിക്ക് ഇച്ചിരി കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ വന്നിട്ട്, അമ്മേ ഇതെന്താ അമ്മേ, ഇതൊക്കെ എന്താ? അല്ല, മോൾ സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ ഞാൻ സുഖമായിട്ടിരിക്കുന്ന അമ്മേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ സച്ചി പതുക്കെ രേവതിയോട് പറഞ്ഞു, ദേ ബിൽഡപ്പ് ഒക്കെ കൊടുത്താണല്ലോ വന്നിരിക്കുന്നത്, എന്തോ പറ്റി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സച്ചിയേട്ടൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പം രവീന്ദ്രൻ ചോദിച്ചു, അല്ല ഇതെന്താ മഹിമേ ഇങ്ങോട്ടേക്ക് ഇപ്പം വന്നത്? അത് പിന്നെ ഞാൻ വന്നത്, അല്ല ചന്ദ്രമതിയോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓ ഓ ഓ എന്നോട് പറഞ്ഞായിരുന്നു രവിയേട്ടാ. പക്ഷെ ഇത്രയും സ്ത്രീകളെയൊക്കെ കൂട്ടി ആഘോഷത്തോടു കൂടി വരുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ദേ 12 തട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 50 തട്ട് കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹം. അത്രയും തട്ട് വെക്കാൻ ഇവിടെ സ്ഥലമില്ലല്ലോ. ഞങ്ങളുടെ വീടിനേക്കാളും ചെറിയ വീടല്ലേ ഇത്, അതാ കൊണ്ടുവരാതിരുന്നത്. അപ്പൊ നമ്മുടെ രേവതിയല്ല സച്ചി പറഞ്ഞു, അതെ നേരത്തെ പറയുമായിരുന്നെങ്കിലേ തട്ട് വെക്കാനായിട്ട് ഈ ഹാളിന്റെ വലിപ്പം ഒന്ന് കൂട്ടായിരുന്നു. ഇത് ചെറിയ വീടാണെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? 50 അല്ല 500 തട്ട് വേണമെങ്കിൽ ഇവിടെ വെക്കാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മുടെ സച്ചിയും പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എന്തിനാ മഹിമേ ഇത്ര ആർഭാടങ്ങളൊക്കെ, ഇതൊക്കെ വെറുതെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ പോരെ?
സമൂഹത്തിലെ ഞങ്ങൾക്കുള്ള സ്ഥാനം നിങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പേരിനും പെരുമയ്ക്കും ഒക്കെയുള്ള രീതിയിൽ തട്ട് കൊണ്ടുവരണ്ടേ? അതുകൊണ്ടാ ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നത്. ഇന്നാ മോളെ വർഷേ എന്ന് പറഞ്ഞൊരു ബോക്സ് എടുത്തിട്ട് തുറന്ന് അതിൽ നിന്നൊരു നെക്ലേസ് എടുത്ത് കൊടുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, ഇതെന്താ അമ്മ ഇത്? ദേ മോക്ക് മോക്ക് കൊണ്ടുവന്നാ ഞാനിത്. ആ ഇത് ഇത് നമ്മൾ അന്ന് അമേരിക്കയിൽ പോയപ്പം മേടിച്ചതല്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്. അത് തന്നെ ഇത്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രയുടെ കണ്ണാണെങ്കിൽ ആ നെക്ലേസിലേക്ക് പോയിട്ട് ഇങ്ങനെ ആന്ന് വെച്ചോണ്ടിരിക്കുക. അപ്പൊ സച്ചി പറഞ്ഞു, വായടയ്ക്ക് എന്റെ പൊന്നമ്മേ, ദേ ഈച്ച കയറി പോവും. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ തിളങ്ങുന്നത്? ഇത് ഡയമണ്ട് ആണോ? അതെ അതെ, ഇത് ഡയമണ്ടാ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, ആന്റി ഇതെന്റെ അച്ഛൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ. അമേരിക്കയിൽ നിന്നാണോ ദുബായിൽ നിന്നാണോ അങ്ങനെ എങ്ങാണ്ടാട്ടോ പറയുന്നത്, കൊണ്ടുവന്നതാന്ന് പറഞ്ഞു. ചന്ദ്ര അതിനകത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് നോക്കി, എന്നിട്ട് വർഷയുടെ കഴുത്തിൽ വെച്ച് കൊടുത്തിട്ട്, എന്താ ഭംഗി, രസം ഉണ്ടിട്ട് കാണാന്. അയ്യോ ആന്റി, എനിക്ക് ഈ ആഭരണങ്ങളൊന്നും ഇഷ്ടമല്ല, ഇത് ഊരി വെക്കാം. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, ഇത് കഴുത്തി കിടക്കട്ടെ. എന്തൊരു ഭംഗിയാ വർഷയുടെ കഴുത്തിലെ ഈ നെക്ലേസ് ഇട്ടപ്പോ ഇതിന് ഇത്ര ഭംഗി കൂടി. ദേ ശ്രുതി, ഈ നെക്ലേസ് ഇട്ടപ്പം വർഷ കൂടുതൽ സുന്ദരിയായല്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, ശരി ആന്റി സുന്ദരിയായി. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയല്ല സച്ചി രേവതിയോട് പറഞ്ഞു, ഇനി അമ്മ അവളെ താഴെ വെക്കത്തേ ഇല്ല, മിണ്ടാതിരിക്കും സച്ചേട്ടാ എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ മഹിമ വേറെ കുറെ സാധനങ്ങളൊക്കെ എടുക്കാണ് കേട്ടോ. അത് വേറെ ആർക്കും ഉള്ളതല്ല, രവീന്ദ്രനും ചന്ദ്രയ്ക്കും പിന്നെ നമ്മുടെ ശ്രുതിക്കും സച്ചിക്കും രേവതിക്കും എല്ലാവർക്കും ഉണ്ട് ഓരോരോ ഡ്രസ്സുകൾ. അങ്ങനെ ഓരോരുത്തർക്കായി ഓരോ ഡ്രസ്സ് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്തിനാ വെറുതെ ഞങ്ങൾക്കൊക്കെ മേടിച്ചത്, അവർക്ക് മാത്രം മേടിച്ചാൽ പോരായിരുന്നോ? അപ്പൊ ചന്ദ്ര പറഞ്ഞു, അത് മഹിമയുടെ ഒരു സന്തോഷമല്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? മഹിമ അടിപൊളി സാരിയാണല്ലോ, സൂപ്പർ ആണല്ലോ, ഈ കളറേ എനിക്ക് നന്നായിട്ട് ചേരും, എനിക്ക് ഭയങ്കര ഇഷ്ടാ. അത് പിന്നെ വളരെ കോസ്റ്റായ സാരിയാ, വില കേട്ടിട്ടുണ്ടെ നിങ്ങൾ തല കറങ്ങി വീഴും. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, വിലയെന്ന് പറഞ്ഞാൽ തല കറങ്ങി വീഴുമെന്ന് നോക്കട്ടെ. അപ്പം ചന്ദ്ര പറഞ്ഞു, മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചിയും പറഞ്ഞു, എന്റെ പൊന്നു സച്ചിട്ട മിണ്ടാതിരിക്കും കുറച്ചു നേരം എന്നിങ്ങനെ പറയുന്നു. വീണ്ടും നമ്മുടെ മഹിമയാണെങ്കിൽ ഓരോരുത്തർക്ക് സാരിയൊക്കെ കൊടുക്കുകയാണ്. ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, രേവതി നീ എന്താ നോക്കി നിൽക്കുന്നത്, പോയി കോഫി എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ രേവതി അടുക്കളയിലേക്ക് പോയിട്ടോ കോഫി എടുക്കാൻ വേണ്ടി. സച്ചി ഒന്നും പറഞ്ഞില്ല, സച്ചിയുടെ സ്വഭാവത്തിനപ്പം വല്ലതും പറയേണ്ടതായിരുന്നു. പിന്നെ ഒരാൾ വന്നിരിക്കുമ്പോ എങ്ങനെയാ പറയുന്നത്, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോഴത്തേക്ക് മഹിമ പറഞ്ഞു, ദേ പൂക്കളും അതുപോലെ ഈ സാരികളും മാത്രമല്ല കേട്ടോ, കുറെ സ്വർണവും തട്ടുകളിലുണ്ട്, എടുത്തു വെച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി ചെയ്തതൊക്കെ വലിയ സന്തോഷമൊക്കെ തന്നെയാണ്, പക്ഷെ അവളുടെ അച്ഛൻ ഇതുവരെ ഈ വീട്ടിലേക്ക് വന്നില്ലല്ലോ, എന്താ അദ്ദേഹം വരാത്തത്? അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ. അത് പിന്നെ അദ്ദേഹത്തിന് ജോലി തിരക്കുണ്ട്, അതാ അദ്ദേഹം വരാത്തത്. എല്ലാ തവണയും ഇത് തന്നെയാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇവിടേക്ക് വരില്ല എന്നുള്ള വാശിയിലായിരിക്കുമല്ലേ അദ്ദേഹം? അയ്യോ അങ്ങനെയൊന്നുമില്ല, അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമാ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞ, എല്ലാ വർഷയുടെ അമ്മ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്താ ഇപ്പൊ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? ചുമ്മാ മഹിമേനെ വിഷമിക്കാതെ, വർഷനെ വിഷമിപ്പിക്കാതെ, അദ്ദേഹത്തിന്റെ മകളെ കാണാൻ ഒരു ദിവസം അദ്ദേഹം വരും, അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക് എന്നിങ്ങനെ പറഞ്ഞു. സച്ചിക്കാണെങ്കിൽ ഇതൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നേ ഇല്ല കേട്ടോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതിയുടെ അമ്മ പൂവൊക്കെ ആയിട്ട് ഒരു തട്ടിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത്. സച്ചി കണ്ടതും അമ്മ വരുന്നു എന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയുടെ അമ്മായിയമ്മ വന്നു. സച്ചിക്ക് ഇനി ക്രെഡിറ്റ് ആണല്ലോ, പക്ഷെ അവിടെ ക്രെഡിറ്റ് ഉണ്ടാവുന്നില്ല. നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് എന്താ പറയുക, അപമാനിക്കുന്ന രീതിയിലാട്ടോ അവരോട് സംസാരിക്കുന്നത്. അങ്ങനെ കയറി വന്ന് ഇരിക്കാനൊക്കെ പറയുന്നു. ഏതായാലും അവർ കയറി വന്നപ്പോഴത്തേക്കും നമ്മുടെ മഹിമേനെ കണ്ടു. ആരാ ഇത്? വർഷയുടെ അമ്മ വന്നിട്ടുണ്ടല്ലേ, ഞാൻ അറിഞ്ഞില്ല. അല്ല എന്തെങ്കിലും വിശേഷമുണ്ടോ ഇവിടെ? വർഷയുടെ അമ്മ വരുന്നത് നിന്നെ വിളിച്ചറിയിക്കണോ? അല്ല വിശേഷം ഉണ്ടായിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ പൊങ്കലിന് തട്ടുമായിട്ട് വന്നതാ ഞാന്. തട്ട് മനസ്സിലായി, എല്ലാം മനസ്സിലായി. അപ്പൊ ചന്ദ്ര രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ നീ മിണ്ടാതിരിക്കും, എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രേവതി മോളെ, രേവതി ഇങ്ങ് വന്നേ, നിന്റെ അമ്മ വന്നിരിക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ വിളിച്ച് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പതിയെ വരാൻ തുടങ്ങുന്നു, അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് ചായയൊക്കെ എടുത്തുകൊണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞു രവീന്ദ്രൻ, നീ ഒരു കാര്യം ചെയ്യും, ആ തട്ട് മേടിക്കാൻ പറഞ്ഞു. എണീറ്റ് തട്ട് മേടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ചീഞ്ഞ കുറെ ഫ്രൂട്ട്സും അതുപോലെ ചീഞ്ഞ പൂക്കളുമായിട്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, നിങ്ങളെ പോലെ ചീഞ്ഞളിഞ്ഞ മനസ്സുകൾക്ക് ഇത് ചീഞ്ഞതാണെന്നൊക്കെ തോന്നും, നിങ്ങൾ ഈ തട്ട് മേടിക്കണ്ട, അതാ നല്ലത്. എന്റെ അച്ഛൻ തട്ട് മേടിച്ചാൽ മതി, അച്ഛൻ മേടിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചിയോട് രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ മിണ്ടാതിരിക്കുക, രണ്ടുപേരും ചേർന്ന് തന്നെ മേടിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ബാ ചന്ദ്രബാ നമുക്ക് രണ്ടുപേർക്കും കൂടി അത് മേടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചന്ദ്രനെയും കൂടെ നിർബന്ധിച്ച് കൂട്ടി സച്ചിയല്ല നമ്മുടെ രവീന്ദ്രൻ ആ തട്ട് മേടിച്ചിട്ട് ദേഷ്യം വന്നാണ് കേട്ടോ ചന്ദ്ര അതങ്ങോട്ട് വെക്കുന്നത്. അതിന്റെ ശബ്ദം വരെ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കലി വന്ന് നമ്മുടെ ചന്ദ്ര ഇരിക്കുകയാണ്.
കാരണം വർഷയുടെ അമ്മ അവിടെ വന്നിട്ടുണ്ടല്ലോ, വർഷയുടെ അമ്മയ്ക്ക് അപമാനം ആവൂലോ. ഏതായാലും അപ്പൊ തന്നെ നമ്മുടെ രേവതീനെ വാ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഡ്രസ്സും കൊടുക്കുകയാണ് കേട്ടോ. രണ്ടുപേർക്കുള്ള ഡ്രസ്സാണ് കൊടുക്കുന്നത്. പക്ഷേ വർഷയുടെ അമ്മ അങ്ങനെയല്ലല്ലോ, അവിടെയുള്ള മൊത്തം പേർക്കും ഡ്രസ്സ് കൊണ്ടുവന്നല്ലോ. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല മഹിമയ്ക്ക് ലക്ഷ്മി മനസ്സിലായല്ലോ അല്ലേ? ആ മനസ്സിലായി, പിന്നെ മനസ്സിലാകാതെ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അതിൽ നിന്ന് ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് പിന്നെ കുറച്ച് പലഹാരമൊക്കെ കൊണ്ടുവന്നുണ്ട് കേട്ടോ നമ്മുടെ ലക്ഷ്മി. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട്, ഇത് അച്ചപ്പം അല്ലേ, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, വർഷങ്ങളായിട്ട് ഇത് കഴിച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് നമ്മുടെ വർഷം എടുത്ത് ഒരു അച്ചപ്പം കഴിച്ചു കേട്ടോ. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയും ഒക്കെ സത്യം നാണം കെട്ടുപോയിട്ടോ. വർഷം അങ്ങനെ ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചില്ല. വർഷയ്ക്ക് അങ്ങനെ എന്താ പറയാ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ, സത്യം പോലെ തന്നെ പറയും. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത് തന്നെ മഹിമേനെ ഇരുത്തിട്ടോ, അതായത് മഹിമയുടെ അടുത്ത് തന്നെ ലക്ഷ്മിനെ ഇരുത്തിട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയാണെങ്കിൽ ആ പലഹാരം നിന്നിട്ട് സൂപ്പർ ടേസ്റ്റ്, ശ്രീകാന്ത് കഴിച്ചു നോക്കാം, അടിപൊളിയായിട്ടില്ലേ എന്ന് പറഞ്ഞു. നമ്മുടെ സച്ചിക്കും രേവതിക്കും ഭയങ്കര സന്തോഷമായിട്ട് ഇത് കേട്ടപ്പോഴത്തേക്കും. ഈ സമയത്താണ് നമ്മുടെ മഹിമ പറയുന്നത്, അതേ ചന്ദ്രമതി ഞാൻ ഇറങ്ങുക. അയ്യോ എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് പോകുന്നത്? ഇരിക്കുക, ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ മഹിമ, കുറച്ച് കഴിഞ്ഞ് പോകാം. അത് പിന്നെ എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ പോവാം. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അയ്യോ ആന്റി കോഫി കുടിച്ചിട്ട് പോകാം. അത് നിന്റെ അമ്മ വന്നിട്ടുണ്ടല്ലോ, അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോ സച്ചിക്ക് ദേഷ്യം വന്നു, പക്ഷെ സച്ചി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മഹിമ അങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, അതെ ഞാനും വരുന്നുണ്ട്, ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോകാനുണ്ട്, ഒരു മിനിറ്റ്. എങ്കിൽ പിന്നെ മോളെ നീ പെട്ടെന്ന് വാ, ഞാൻ പുറത്ത് നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, മഹിമേ പോവല്ലേ മഹിമേ നീ പോവല്ലേ മഹിമേ, എന്താ മഹിമയെ കാണിക്കുന്നത്? അതേ മഹിമേ ഒന്ന് തോന്നരുത് കേട്ടോ, പിന്നീട് ഒരു ദിവസം വരണം കേട്ടോ, പിന്നീട് ഒരു ദിവസം ഞാൻ വരാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ വർഷം ഇറങ്ങി വന്നിട്ട്, ആന്റി ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോവാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ചന്ദ്രൻ ചോദിച്ചു, അല്ല മാല എവിടെ? അത് ഞാൻ ഷെൽഫിൽ പൂട്ടി വെച്ചു. ആയിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സമയം നമ്മുടെ ശ്രീകാന്തും ഇറങ്ങുവാണ് കേട്ടോ. ഇവരുടെ കൂടെ തന്നെയാണ് ശ്രീകാന്തും പോകുന്നത്. ചന്ദ്രയാണെങ്കിൽ അയ്യോ മഹിമ പോയതിന്റെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതാണ്ട് മഹിമയായ കാര്യങ്ങൾ ചെയ്ത പോലെയാണ് ചന്ദ്രയുടെ വിചാരം. ഏതായാലും മഹിമ അവിടെ കാണിച്ചത് നമ്മുടെ ലക്ഷ്മി വന്നല്ലോ, അപ്പൊ അതുകൊണ്ട് ഇനി കുറച്ചല്ലേ അവിടെ നിൽക്കാൻ, അതുകൊണ്ടാട്ടോ ഇറങ്ങിപ്പോയത്. ഏതായാലും രേവതിയല്ല ചന്ദ്ര കയറി വന്ന ഉടനെ നമ്മുടെ രേവതിയോട് പറഞ്ഞു, ഇപ്പം സന്തോഷമായല്ലോ, എന്റെ മരുമകളുടെ അമ്മ വന്നിട്ട് പോയത് കണ്ടല്ലോ, നിനക്ക് സന്തോഷമായല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എന്റെ പൊന്നു ചന്ദ്രൻ, നീ ഒന്ന് സമാധാനമായിട്ട് സംസാരിക്കുക, എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരാള് വീട്ടിൽ വരുമ്പോ ഇങ്ങനെയൊക്കെയാണോ പറയണത്? അല്ല നീ എന്തൊക്കെയാ ചന്ദ്ര ഈ കാണിക്കുന്നത്? മഹിമ പോയി എന്ന് ഓർത്തോണ്ട് ലക്ഷ്മി എന്താ ചെയ്യേണ്ടത് ഇപ്പം? അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയാണ്, പിന്നെ ഒരു തട്ടുമായിട്ട് വന്ന ഇവരെ ഞാൻ താലപ്പൊലി എടുത്ത് സ്വീകരിക്കാം. കണ്ടില്ലേ വർഷയുടെ അമ്മ കൊണ്ടുവന്നിരിക്കുന്നത്, നോക്കിക്കേ, സ്വർണം, പണം, ഡ്രസ്സ്, ഇതെന്താ വില കുറഞ്ഞ 2 കുപ്പായോ, എവിടെയോ ചീഞ്ഞളിഞ്ഞു കിടന്ന ഫ്രൂട്ട്സും, എവിടെയോ കിടന്ന 2 പലഹാരവും കൊണ്ടുവന്നിട്ട്, എന്തുവാ രവിയേട്ടാ ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? കണ്ടു പഠിക്ക് വർഷയുടെ അമ്മേനെ, ഒരു തരി സ്വർണം കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ലക്ഷ്മി നിങ്ങൾ അപമാനിക്കുകയാണ്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്ര മര്യാദയ്ക്ക് ഇരുന്ന് നീ മിണ്ടാതിരിക്കോ, വെറുതെ തട്ടിന്റെ തൂക്കം നോക്കി ഓരോരുത്തരെ അളക്കാൻ നീ ശ്രമിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, അമ്മ ഈ കാണിക്കുന്ന അത്രയ്ക്ക് ശരിയൊന്നും അല്ല. എന്റെ ഭാര്യയുടെ വീട്ടുകാര് കുറച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാ, അപ്പൊ അവർക്ക് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്റെ ഭാര്യയുടെ അമ്മേനെ എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ ശ്രുതി പറഞ്ഞു, എടാ നീ എന്തിനാടാ അമ്മേനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഓഹോ സപ്പോർട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അല്ല നിങ്ങൾ എന്റെ ഭാര്യനെ തരം താഴ്ത്തി സംസാരിച്ചല്ലോ. ഈ ഇരിക്കുന്ന ശ്രുതി ഇവന്റെ ഭാര്യ എന്താ കൊണ്ടുവന്നത്? ഇവളുടെ ആരെങ്കിലും വന്നോ? എന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് അമ്മയെങ്കിലും വന്നോ? ഇവളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ എന്നിങ്ങനെ ചോദിക്കാം. വല്ലാണ്ടായി പോയിട്ടോ. ഈ ചോദ്യത്തിന് മുമ്പിൽ നമ്മുടെ ശ്രുതിക്കാണ് വല്ലാണ്ടങ്ങ് കൊള്ളുന്നത്. ശ്രുതി അവിടെ നിന്ന് നേരെ എണീച്ചു പോയി. ചന്ദ്രയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു. ചന്ദ്ര വീണ്ടും മെക്കിട്ട് കയറാൻ തുടങ്ങി. രവീന്ദ്രൻ അടക്കി ഒതുക്കി നമ്മുടെ ചന്ദ്രനെ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണെന്ന് പറഞ്ഞു. ലക്ഷ്മി ഇവിടുന്ന് പോകാതെ ഇവിടെ നിന്ന് നീ എണീറ്റ് പോകരുത്. വീട്ടിൽ കയറി വന്ന മരുമക്കളുടെ അമ്മമാര് വരുമ്പോ നീ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. രണ്ടിനെയും 2 തട്ടിലല്ല കാണേണ്ടത്. ഇവിടെ ആദ്യം കയറി വന്നതേ ആരാന്നറിയാലോ? എന്റെ രേവതി മോളാ, ഈ വീട്ടിന്റെ മഹാലക്ഷ്മിയാ. ആ മഹാലക്ഷ്മിയുടെ അമ്മ വന്നു കഴിയുമ്പോ തൂത്തിറക്കാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കൊണ്ടതാർക്കാ? വേറെ ആർക്കും അല്ല, നമ്മുടെ ശ്രുതിക്കാണ്. ശ്രുതി വിഷമത്തോടു കൂടി ഇങ്ങനെ പോയിരിക്കുകയാണ്. അപ്പൊ ചന്ദ്ര വന്നിട്ട്, എന്താ മോളെ മോക്ക് വിഷമമായോ? മോളെ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോ, എങ്ങനെ വിഷമിക്കാതിരിക്കും? എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടതല്ലേ, എന്റെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല പോലും.
ഇതിനൊരേ ഒരു പരിഹാര മാർഗ്ഗമേ ഉള്ളൂ. മോളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരണം. മോളുടെ മാമനോ അച്ഛനോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങ് തീരില്ലേ എന്ന് ചന്ദ്രയും പറഞ്ഞു. ഏതെങ്കിലും കിട്ടിയ അവസരം നമ്മുടെ ചന്ദ്രയെ മുതലാക്കി കേട്ടോ. ഈ ഒരു ഭാവമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. തൊണ്ടയ്ക്ക് ചെറിയ വേദനയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം തുടക്കത്തിലൊക്കെ തെളിഞ്ഞില്ലായിരുന്നു. ഇപ്പൊ ശബ്ദത്തിന് കുറച്ച് ക്ലാരിറ്റി കുറവും അതുപോലെ ഈ പറവറപ്പൊക്കെ ഉണ്ടെന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ നയനയുടെ മാതർശിന്റെയും കഥയായിട്ട് ഇതാ വരുന്നു. ടാറ്റാ ബൈ ബൈ.